വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് ജിംന. നമുക്ക് സോഷ്യൽ മീഡിയാസ് ത്രൂ ഒക്കെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ അതുപോലെ തന്നെ സർവീസസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയാസ് ത്രൂ നമുക്ക് പെയ്ഡ് ആയിട്ടും അല്ലാതെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ഒരു പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ നോക്കാം. ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും പോസ്റ്റേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിടുന്നതായിരിക്കും. പക്ഷേ പെയ്ഡായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണെങ്കിലും ഒരു ഫേസ്ബുക്ക് പേജ് വേണം. ദെൻ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആഡ്സ് മാനേജർ. സോ ആഡ്സ് മാനേജർ എടുക്കുക. ആഡ്സ് മാനേജർ ത്രൂ ആണ് നമ്മൾ പെയ്ഡായിട്ട് അഡ്വർടൈസ്മെൻ്റ് എല്ലാം ചെയ്യുന്നത്. സോ ആഡ്സ് മാനേജർ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. സോ നമുക്കിവിടെ കാണാം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. പുതുതായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ക്രിയേറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ്സ് എല്ലാം കാണാൻ പറ്റും. നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണ്, എന്ത് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റും, ക്യാമ്പയിൻസ് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അത് ആൾക്കാരിലേക്ക് ജസ്റ്റ് അറിയിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അവയർനെസ് എന്നുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ വെബ്സൈറ്റിലേക്കൊക്കെ ട്രാഫിക് കൂടാനാണെങ്കിൽ നമ്മൾ ട്രാഫിക് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എൻഗേജ്മെൻറ്റ്സ് കൂട്ടാനാണെങ്കിൽ എൻഗേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ലീഡ്സ് അത് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ലീഡ്സ് ആണ് കളക്ട് ചെയ്യേണ്ടത്. സോ ലീഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കണ്ടേ. ആപ്പ് പ്രൊമോഷൻ വേണ്ടിയിട്ടാണെങ്കിൽ ആപ്പ് പ്രൊമോഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കണ്ടേ. ആൻഡ് സെയിൽസ് കൺവേർഷനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് ജസ്റ്റ് അവയർനെസ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. നമുക്ക് ആഡിൻ്റെ സ്ട്രക്ചർ കൊടുത്ത് കാണാം. ക്യാമ്പയിൻ, ആഡ് സെറ്റ് ആൻഡ് ആഡ്സ്, ഇതാണ് ഈ ഒരു 3 സ്റ്റെപ്സാണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് അവയർനെസ് ക്യാമ്പയിൻ എന്നുള്ള ആ ഒരു സ്ഥലത്ത് നമുക്ക് ക്യാമ്പയിൻ്റെ നെയിം, അതായത് നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഏത് ക്യാമ്പയിനാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു അതിൻ്റെ അനുസരിച്ചുള്ളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ന്യൂ അവയർനെസ്, ഓക്കെ, ഞാൻ ജസ്റ്റ് ന്യൂ അവയർനെസ് സ്പാ എന്നുള്ളൊരു പേരാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കാറ്റഗറി ചൂസ് ചെയ്യാൻ പറ്റും. ഈ കാറ്റഗറിയിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രെഡിറ്റ് ആണെങ്കിൽ, എംപ്ലോയ്മെൻറ്റ് ആണെങ്കിൽ, ഹൗസിങ്, സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഇലക്ട്രിക്കൽ ഓർ പൊളിറ്റിക്സ്, ആ ഒരു ഓപ്ഷൻ കാറ്റഗറീസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കാറ്റഗറീസ് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ബൈയിങ് ടൈപ്പ് ഓപ്ഷൻ ആണെങ്കിൽ ഓപ്ഷൻ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ ജസ്റ്റ് ആ ഒരു സ്പേസ് വാങ്ങുന്നു എന്നുള്ളൊരു മീനിങ് അതിനുള്ളൂ. ആൻഡ് നമുക്ക് നെക്സ്റ്റ് പോവാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആ ഒരു സ്റ്റെപ്പിലേക്ക് എത്തി. ആഡ് സെറ്റ്. ഇനി നമുക്ക് ആഡ് സെറ്റിൻ്റെ പേര് കൊടുക്കാം. ആൻഡ് ന്യൂ അവയർനെസ് ആഡ് എന്നുള്ളൊരു പേരാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് പെർഫോമൻസ് ഗോൾ നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏത് അവയർനെസ് ഗോളാണ് നമുക്ക് വേണ്ടത്, അതായത് മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് ആണോ, മാക്സിമം നമ്പർ ഓഫ് ഇംപ്രഷൻ ആണോ, അല്ലെങ്കിൽ മാക്സിമം ആഡ് റീകോൾ ലിഫ്റ്റ് ആണോ വേണ്ടത്, അതായത് അപ്പം ഞാൻ അങ്ങനെ ഉള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ നിന്നെല്ലാം വായിക്കാം ഇത് എന്താണ്, ഇതിൻ്റെ മീനിങ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് മാക്സിമൈസ് നമ്പർ ഓഫ് ഇംപ്രഷനാണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്കിവിടെ ബിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. 1000 ഇംപ്രഷന് ഇത്ര ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ. മെറ്റ വിൽ എയിം ടു സ്പെൻഡ് യുവർ എൻറ്റയർ ബഡ്ജറ്റ് ആൻഡ് ഗെറ്റ് ദ മോസ്റ്റ് 1000 ഇംപ്രഷൻ യൂസിങ് ഹയസ്റ്റ് വോളിയം ബിഡ് സ്ട്രാറ്റജി. അതാണ് ബിഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണ്ടേ. ആൻഡ് നമുക്കിവിടെ ഡെയിലി ബഡ്ജറ്റാണ് നമ്മൾ നോക്കുന്നത്. സോ ഡെയിലി ബഡ്ജറ്റ് നമ്മൾ 200 റുപ്പീസാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ദെൻ നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം. എൻഡ് ഡേറ്റ് ആൻഡ് സ്റ്റാർട്ട് ഡേറ്റ് വെച്ചിട്ട് നമുക്കിതിനെ ആഡ് എത്ര ദിവസം റൺ ചെയ്യണം എന്നുള്ളൊരു കാര്യം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോർമലി 2 വീക്സ് വരെയാണ് നമ്മളൊരു ആഡ് റൺ ചെയ്യിപ്പിക്കുക. നമുക്ക് ലീഡ്സ് ആഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒരു 2 വീക്സിന് മുകളിൽ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് അതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ നമ്മൾ മിനിമം ഒരു 1 വീക്കും മാക്സിമം ഒരു 2 വീക്സും മാത്രമാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുക. സോ നമുക്കിതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് കൊടുക്കാം.
ദെൻ നമുക്കിവിടെ നിന്ന് ലൊക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇന്ത്യയാണ് കിടക്കുന്നത്. സോ അതിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി ഏതാണോ ലൊക്കേഷൻ അതനുസരിച്ചിട്ട് ഇടാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കേരളയാണ് കൊടുക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് റീച്ചും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് നോക്കിയാൽ പറയാൻ പറ്റും. ആഡ്സ് സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട് എത്ര റീച്ചാണ് നമുക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നെക്സ്റ്റ് പോവാം. ഇനി നെക്സ്റ്റ് നമ്മൾ ആഡിലേക്ക് വന്നിട്ടുണ്ട്. സോ ആഡിൻ്റെ പേര് കൊടുക്കുക. ആൻഡ് ഏത് പേജാണെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ആഡ് സെറ്റപ്പ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് 3 ഫോർമാറ്റിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സിംഗിൾ ഇമേജ് ഓർ വീഡിയോ, രണ്ടാമത്തത് കെറോസൽ, ആൻഡ് മൂന്നാമത്തത് കളക്ഷൻ. അതിൽ സിംഗിൾ ഇമേജ് ഒന്നെങ്കിൽ സിംഗിൾ ഇമേജ് അല്ലെങ്കിൽ സിംഗിൾ വീഡിയോ വെച്ചിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കെറോസൽ എന്ന് പറയുമ്പോൾ 2 or more സ്ക്രോളബിൾ ഇമേജസ് ഓർ വീഡിയോസ് വെച്ചിട്ട് ചെയ്യാം. കളക്ഷൻ എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് സിംഗിൾ ഇമേജ് ഓർ വീഡിയോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് നമുക്കിവിടെ ആഡ് ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് സെക്ഷനാണ്. നമുക്ക് എത്രമാത്രം ക്രിയേറ്റീവായിട്ടൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ അത്രയും ബെറ്ററാണ്. അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്ററാണ്. സോ നമുക്ക് മീഡിയ എഡിറ്റ് ചെയ്യാം ആൻഡ് എഡിറ്റ് മീഡിയ. ആൻഡ് നമുക്കിവിടെ നിന്ന് ഏത് ഇമേജാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ഇമേജ് ഞാൻ സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതെന്ന് പറയുന്നത് സ്റ്റോറീസ് ആൻഡ് റീൽസിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഫീഡ്സ്, ഇൻസ്ട്രീം ആഡ്സ് ഓർ വീഡിയോസ്, റീൽസ്, സെർച്ച് റിസൾട്ടിലൊക്കെ വരുന്ന ആഡ് ആണ്. ആൻഡ് ഇതെന്ന് പറയുമ്പം സെർച്ച് റിസൾട്ടാണ്. ഇതിന് ഓരോന്നിനും ഓരോ സൈസ് ഉണ്ട്. സ്റ്റോറീസ് ആൻഡ് റീൽസ് എന്ന് പറയുമ്പോൾ 9:16 ആണ്. ഫീഡ്സിലൊക്കെ വരുമ്പോൾ 1:1 ആണ്. ആൻഡ് സെർച്ച് റിസൾട്ട് എന്ന് പറയുമ്പോൾ 1.91:1 ഈ ഒരു റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ സോ നമുക്ക് ആ ഒരു സൈസിൽ ഉള്ള ഇമേജ് ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, കാണാൻ ഭംഗിയുണ്ടാവും. സോ നമുക്കിതിനെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഈ ഒരു സൈസിലുള്ള ഇമേജസ് അല്ല. സോ ഇതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു സൈസിലുള്ള ഇമേജ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ റീപ്ലേസ് ചെയ്ത് നമുക്കത് സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡൺ കൊടുക്കുവാണ്. ആൻഡ് നമുക്കിവിടെ പ്രൈമറി ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ക്യാപ്ഷൻ പോലെ ഒരു പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് 50% ഓഫ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ URL പാരാമീറ്റേഴ്സ് എല്ലാം കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ആക്കി കഴിയുന്ന സമയത്ത് നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇമേജ് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ നിന്ന് നമ്മൾ പബ്ലിഷ് ആക്കുന്ന സമയത്ത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് അക്കൗണ്ട് എറർ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ചാണ്. സോ നമുക്കിതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇനി ഡാഷ്ബോർഡ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള ഇനി എങ്ങനെയാണ് മറ്റുള്ള ആഡ്സുകൾ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ഒരു പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്